ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ഈ നോമ്പുകാലത്തിൽ ദൈവത്തിരുമുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്താം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു, ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. തൻ്റെ മകനെ ആരും ശിക്ഷിക്കാതിരിക്കുവാൻ സംരക്ഷണം നൽകി രാപ്പകൽ കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവ് വലിയ സ്നേഹത്തോടെ എന്നെയും നിന്നെയും കാത്ത് ഇരിക്കുന്നുണ്ട് എന്ന വലിയ സത്യം നമ്മിൽ നിറഞ്ഞു നിൽക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തിൽ എത്തിച്ചേരുവാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. ധൂർത്തപുത്രനെ പോലെ ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ഉള്ളവരാണ് നമ്മൾ. എന്നാൽ ഇതിന് പരിഹാരം ചെയ്യുവാൻ ഭൂമിയിലെ ഒന്നിനും സാധ്യമല്ല. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങൾ ധ്യാനിച്ച് നോമ്പുകാലം പുണ്യവസന്തമാക്കാം. ഉത്ഥാനത്തിനായി ഊർജം സംഭരിക്കാം. ഈശോയെ, അങ്ങയുടെ വിലയേറിയ തിരു രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിറയും സ്നേഹത്താൽ കുരിശിലേറി മരണം മർത്യർക്കായി വരിച്ചവനേ, എരിയും സ്നേഹത്താൽ ഹൃദയസൂനം കുരിശിൽ മക്കൾക്കായി തുറന്നവനേ.